പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു, സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയവൻ? വലുതാകുക എന്നുള്ളത് ലോകത്തിൻ്റെ കാഴ്ചപ്പാടാണ്. ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് സ്വർഗരാജ്യത്തിലും വലിയവൻ ആരാണ് എന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നത്. ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വിപരീതമാണ് സ്വർഗത്തിൻ്റെ കാഴ്ചപ്പാടുകൾ. കർത്താവ് അവർക്ക് നൽകുന്ന സുവിശേഷ പാഠം ചെറുതാകലിൻ്റേതാണ്. വലിയവനായ ദൈവം ചെറിയവനായി, മനുഷ്യനായി വീണ്ടും ഒരു ചെറു ഓസ്തിയിലേക്ക് ചെറുതായവൻ്റെ ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്രകാരം ആ ചെറുതായ ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് ചെറിയ മനുഷ്യൻ്റെ വലിയ ആഗ്രഹം സ്വർഗരാജ്യത്തിലെ വലിയവനാരാണെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച്, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് എല്ലാവരും തുല്യരാണ്, എല്ലാവരും പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൻ്റെ മുമ്പിൽ. അതുകൊണ്ടാണ് യേശു ആ ഉപമ പറയുന്നത്, 99 നഷ്ടപ്പെടാത്ത ആടുകളെയും വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ആ ഒന്ന്, അത് പ്രധാനപ്പെട്ടതായതുകൊണ്ട് അതിനെ അന്വേഷിച്ച് പോകുന്നത് എന്ന് യേശു ഒരു ഉപമ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് നമ്മളെല്ലാവരും സ്വർഗരാജ്യത്തിൽ പ്രധാനപ്പെട്ടതാണ്, ആരും മാറ്റി നിർത്തപ്പെട്ടവരല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നമുക്ക് നൽകുന്നത്. നമ്മൾ ആദ്യം പരിശ്രമിക്കേണ്ടത് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനായിട്ടാണ്. പിന്നീടാണ് വലിപ്പ ചെറുപ്പമൊക്കെ തീരുമാനിക്കേണ്ടത്. കർത്താവ് ഒരു ശിശുവിൻ്റെ ചെറുതാകലിൻ്റെ ഒരു മഹത്വം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഒരു ശിശുവിനെ പോലെ ചെറുതാകാത്തവർക്കൊരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല എന്നവരെ പഠിപ്പിക്കുകയാണ്. നമുക്കും പ്രിയപ്പെട്ടവരെ, ശിശുവിനെ പോലെ എളിമയോടുകൂടി സ്വയം ചെറുതായിക്കൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് വളരുവാൻ, വലുതാകുവാൻ നമുക്ക് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. നമ്മുടെ വളർച്ചയ്ക്ക്, സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും എടുത്തു മാറ്റുവാൻ കർത്താവിൻ്റെ കൃപ ഈ ദിവ്യബലിയിൽ നമുക്ക് യാചിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും കുറിച്ച് നമുക്ക് പശ്ചാത്തപിക്കാം, ദൈവത്തോട് മാപ്പപേക്ഷിക്കാം. ഈ ദിവ്യരഹസ്യം കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളോർത്ത് മനസ്തപിച്ച് നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും